തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇപിയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചുവെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ. LDF കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. ഇ.പി. ജയരാജൻ രാഷ്ട്രീയ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാം ഒരു രാഷ്ട്രീയ ജാഗ്രത വേണം. അത് ഇടതുപക്ഷക്കാർക്ക് ആ ജാഗ്രത തീർച്ചയായിട്ടും കൂടുതൽ വേണം. അപ്പൊ ഏത് കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതിനെ പറ്റിയൊക്കെ അതുമാണല്ലോ രാഷ്ട്രീയ ബോധം. അതിന്റെ പേര് രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയ ബോധം കാണിക്കാൻ കഴിയേണ്ടതാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ച്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല. ഒന്നുമില്ല മുഖ്യമന്ത്രിയെ പാർട്ടിയെ ഉദ്ദേശിച്ചാണ് കൂടിക്കാഴ്ച. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ വിഷയം നാളത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഏത് തരത്തിലേക്ക് വരെ എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CPI ഇന്നലെ മുതൽ തന്നെ അവരുടെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ഇന്നും ബിനോയ് വിശ്വം പ്രതികരിക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് പറയുന്നു. അങ്ങനെയെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും. നാളെ ഏത് രീതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം എത്തും? അനുജ, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ആകാംക്ഷകൾ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഇതിനോടകം തന്നെ ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ചില അതൃപ്തികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPIM-ൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിയോജിപ്പുകളും എതിരഭിപ്രായവുമുണ്ട്. അത് ഭൂരിഭാഗം മുതിർന്ന നേതാക്കൾക്കും ഇ.പി. ജയരാജന്റെ നടപടിയെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് രാവിലെ ഇ.പി. ജയരാജന്റെ നടപടിക്ക് പിന്നാലെ ഇ.പി. ജയരാജൻ കനത്ത പ്രഹരവുമായി രംഗത്തെത്തിയെങ്കിൽ കൂടി അദ്ദേഹം ഒരു മയപ്പെടുത്തൽ സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ നാളത്തെ സംസ്ഥാന ഘടകത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അയഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുകയും ചെയ്യും. അതേസമയം ഇന്ന് നമുക്കറിയാവുന്ന പോലെ ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുമായി CPI രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് ദിവസം LDF കൺവീനറുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിലപാട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ അതൊരു CPM-ന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല എന്നുള്ള നിലപാടാണ് CPI സംബന്ധിച്ചിട്ടുള്ളത്. LDF കൺവീനർ കൂടിയ ഇ.പി. ജയരാജൻ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ് CPIയുടെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നത് രാഷ്ട്രീയ പ്രചാരണമാക്കുന്നതിനിടെ ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായ സംഭവം അത് സാധാരണ ജനങ്ങൾക്കിടയിൽ, സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നും തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ അത് ബാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി CPI ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഔദ്യോഗികമായി CPM-നോട് ഏതെങ്കിലും തരത്തിലൊരു ആവശ്യം CPI ഉന്നയിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നോട്ടീസായി ഒരു കത്തിന്റെ രൂപത്തിൽ തന്നെ CPM-നോട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജൻ തുടരുന്നത് അത് ശരിയാകില്ല എന്നുള്ളൊരു കാര്യം, ഒരു ആവശ്യം അത് അറിയിക്കുകയും ചെയ്യും. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം അത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കുകയും ചെയ്യും. അനുജ, അതാണ് നാളെ ചേരാനിരിക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ നിർണായകമാകുന്നു. ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനമാകാൻ പോകുന്നത്.